ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുക വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങി ജനക്കൂട്ടത്തെ സമീപിക്കുകയാണ്. അപ്പോൾ ഒരുവൻ ഓടി വന്ന് ഈശോയുടെ മുൻപിൽ പ്രണമിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മകൻ അവസ്മാരത്താൽ വളരെയേറെ ക്ലേശിക്കുകയാണ്. അവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ രോഗത്തെക്കുറിച്ച് ഓർത്ത് വളരെയേറെ വ്യസനിക്കുന്നുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈശോയെ കാണുവാൻ വേണ്ടി അവൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വരിക, പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ സ്വസ്ഥമായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയല്ല ചെയ്തത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി ജനക്കൂട്ടത്തെ സമീപിക്കുകയാണ്. അപ്പോഴാണ് ഒരുവൻ അവൻ്റെ മുമ്പിൽ വന്ന് പ്രണമിച്ച് ഇപ്രകാരം പറയുന്നത്, എൻ്റെ പുത്രൻ്റെ മേൽ കനിയണമേ. അവൻ അവസ്മാരം പിടിപെട്ട് വളരെയേറെ കഷ്ടപ്പെടുകയാണ്. എൻ്റെ മകൻ്റെ മേൽ നീ കനിഞ്ഞാൽ അവൻ സൗഖ്യം പ്രാപിക്കും എന്നൊരു വിശ്വാസം ഈ പിതാവിനുണ്ട്. പിതാവ് ഈശോ സർവശക്തനാണ് എന്നതും അതുപോലെ തന്നെ കരുണാമയനാണ് എന്നതും അവന് ബോധ്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൊണ്ടുചെയ്യുന്നു, അവർക്ക് അവനെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരെ സമീപിച്ചു, അവർ സുഖപ്പെടുത്തുമെന്ന് വിചാരിച്ചു. എന്നിട്ടും അവർക്ക് തൻ്റെ മകന് സുഖം ലഭിച്ചില്ല. ഈശോ പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു താക്കീതും കൂടിയാണ്. വിശ്വാസമില്ലാത്ത തലമുറ എന്ന് പറയുന്നത് വഴിപിഴച്ച തലമുറയ്ക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? ഈശോയുടെ ഐഹികമായ ജീവിതം കുറച്ച് നാളുകളെ ഉള്ളൂ എന്ന് ഈശോ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ മറ്റൊന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഇവിടുത്തെ ഐഹിക ജീവിതത്തിന് ശേഷം നിങ്ങൾ ഈ ശുശ്രൂഷ തുടരണം. രോഗികളെ സുഖപ്പെടുത്തണം, പിശാച് ബാധിതരെ പുറത്താക്കണം, ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, ഈശോ എന്നിട്ട് ഈ ബാലൻ്റെ പിതാവിനോട് പറയാണ്, അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക്, നിങ്ങളുടെ കേട്ടറിവുള്ള വ്യക്തികൾക്ക് രോഗമുണ്ടെങ്കിൽ അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ
യേശുവിൻ്റെ അടുത്ത് നീ കൊണ്ടുചെല്ലണം. വചനപ്രഘോഷണ വേദിയായിരിക്കാം, ദൈവത്താൽ നയിക്കപ്പെടുന്ന സഭയിലെ ഒരു അംഗമായിരിക്കാം, ഒരു ശുശ്രൂഷകനായിരിക്കാം. നീ അവനെ അവൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണം. ആ ശുശ്രൂഷകളിലൂടെ നൽകപ്പെടുന്നത് ഈശോ നൽകുന്ന സൗഖ്യമാണ്. ആ ശുശ്രൂഷ നൽകുന്ന ഒരു സൗഖ്യമല്ല, ഈശോ നൽകുന്ന സൗഖ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സഭയിലെ അംഗത്തിനടുത്ത് ചെല്ലുമ്പോൾ അവിടെ ആ അംഗത്തെ നിങ്ങൾ ആരാധിക്കരുത്, ആ വ്യക്തിയെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് ഈശോയാണ്. ആ വ്യക്തിയെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്കുള്ളതും കൂടി നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചെന്നിരിക്കും. തുടർന്ന് ആ സൗഖ്യം നമുക്ക് വീണ്ടും ആ സൗഖ്യം അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇവിടെ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് മത്തായി സുവിശേഷൻ വിശേഷിപ്പിക്കുക. എന്നാൽ ലൂക്കാസ് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത് പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തി എന്നാണ്. ഈശോ പറഞ്ഞു, അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഈശോ ബാലനെ നോക്കി. ഈശോ അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. ഈശോ ശാസിച്ചപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പല രോഗത്തിൻ്റെയും കാരണം എന്താണ് എന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ ഇവിടെ ഈ പറഞ്ഞു വെക്കുന്നത് ഈ അപസ്മാര രോഗത്തിൽ പിശാചിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് കാണുകയാണ്. എല്ലാ അപസ്മാരവും പിശാചിൻ്റെ പീഡനമുണ്ടാകണമെന്നില്ല. എന്നാൽ ചില രോഗങ്ങളെല്ലാം, അപസ്മാരം മാത്രമല്ല, പല രോഗങ്ങളും അത് രോഗാണുക്കളുടെ ഫലമാകണമെന്നില്ല. അത് പിശാചിനാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. അവൻ തരുന്ന ചില രോഗങ്ങളാണ്. അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അവനെ തീയിലും വെള്ളത്തിലും വീഴ്ത്തുന്നത്. ഈശോ ബാലനെ കണ്ടു, ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. ബാലൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിലാണ്. യേശുവിനെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും. അവൻ സർവശക്തനാണ്, അവൻ കാരുണ്യവാനാണ്. നിന്റെ മേൽ കരുണ തോന്നി അവൻ കൃപ വർഷിക്കും, നിന്നെ ഇന്ന് സൗഖ്യപ്പെടുത്തും. ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്നേഹനാഥനായ ഈശോയെ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന സകല രോഗികളെയും നീ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഈശോയുള്ള ആഴമായ വിശ്വാസത്താൽ ഈ നിമിഷം ഒരു സൗഖ്യം പെടും എന്നെനിക്കറിയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ നിമിഷം ഈ മക്കളുമേൽ നിന്റെ കൃപ ചൊരിയട്ടെ. ഈ രോഗികൾ ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ. പിശാച് ബാധിച്ചവരിൽ നിന്ന് പിശാച് ബാധ നീങ്ങിപ്പോകട്ടെ. സൗഖ്യത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് പുലർന്ന് നിറയട്ടെ. എല്ലാ രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ അവരിൽ ബാധിച്ചിരിക്കുന്ന സർവ്വ തിന്മകളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ആ മക്കളുടെ മേൽ ചൊരിയട്ടെ എന്ന് ദാസം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ വീണ്ടും ഈശോയോട് ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. അല്പവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഈശോ നൽകിയ ശുശ്രൂഷ,
ഈശോയുടെ ഐഹിക ജീവിതത്തിന് ശേഷവും തുടർന്നും നടക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇക്കാലങ്ങളിലും ദൈവത്തിൻ്റെ ശുശ്രൂഷ നടക്കുക. അത് സഭയിലൂടെയാണ് നൽകപ്പെടുക. അത് അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, ദൈവം നമ്മൾക്ക് വിവേകം നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ഉചിതമായ രീതിയിൽ പാപത്തിൽ വീണു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തി ഇന്നും എൻ്റെ മേൽ വർഷിക്കും, എൻ്റെ മേൽ കരുണ കാണിക്കും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.